എന്ന് മാത്രമല്ല, എൻ്റെ സമ്പാദ്യത്തിൻ്റെ, എൻ്റെ അധ്വാനത്തിൻ്റെ, എൻ്റെ വിയർപ്പിൻ്റെ ഒരു ഭാഗം ഞാൻ പല മേഖലകളിലായി ചിലവ് ചെയ്ത് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു അന്ന് ഞാൻ ആ സിനിമ ചെയ്തതും കൂടി. അതിനുശേഷം പിന്നെ നമ്മൾ ഒരു ആശയം മുന്നോട്ട് വന്നു. സിദ്ദിഖ് പറവൂരിനെ ഞാൻ കണ്ടുമുട്ടുകയും ആയിട്ടുള്ള സൗഹൃദം. അപ്പോൾ എൻ്റെ തിരക്കുകൾക്കിടയിലും അദ്ദേഹം എന്നെ തേടിപ്പിടിച്ച് ഞങ്ങൾ നമ്മുടെ സ്വന്തമായ ഒരു ബിൽഡിങ്ങും ഓഫീസും ഞങ്ങൾക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചാലക്കുടിയുടെ ഹൃദയഭാഗത്ത് തന്നെയുണ്ട്. 6 നിലകളിലായിട്ട് പ്രവർത്തിക്കുന്ന ആ ബിൽഡിങ്ങിൽ അദ്ദേഹം വരികയും ഞാനായിട്ട് സംസാരിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി വളരെ നല്ല വ്യക്തിത്വവും, അതുപോലെ തന്നെ സിനിമാ മേഖല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആർക്കും ആരോടും ഒരു കടപ്പാടില്ല. ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നതല്ല. കാരണം പ്രൊഡ്യൂസർക്ക് മാത്രം നഷ്ടം ഉണ്ടാക്കുന്ന ഒരു മേഖല, അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് മാത്രം ലാഭം ഉണ്ടാക്കുന്ന മേഖല, അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഈ സിനിമ എന്ന് പറയുന്നത് ചെയ്യുന്നത്. അപ്പോൾ സിദ്ദിഖ് എൻ്റെ ഒരു ബ്രോ ആണ്, ഞാൻ ബ്രോ എന്നാണ് വിളിക്കാറ്, സിദ്ദിഖ് ഭായ് എന്നും വിളിക്കും. അപ്പോൾ അദ്ദേഹം വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ 2 സിനിമകൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ നല്ലത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് സമൂഹത്തിന് ഒരു തീം, ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു 2 സിനിമകളായിരുന്നു. അപ്പം അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ വീണ്ടും ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ഉള്ള പ്ലാനിങ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ, ചിലപ്പോൾ വേൾഡിൽ തന്നെ ഒരു ലൊക്കേഷനിൽ ഒരേ ക്രൂസിന് ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ സിനിമ നിർമ്മിച്ചത്. മീൻസ് ഇപ്പോൾ ഒരു വീട്, ആ വീടിന്റെ മുൻഭാഗം ഒരു സിനിമയുടെ വീടായിട്ടും പിൻഭാഗം വേറൊരു വീടിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചിത്രീകരിച്ചത്. അപ്പം ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് ഓടേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അവിടെ തന്നെ ചെലവ് കുറഞ്ഞു. രണ്ടാമത് ഇതിന്റെ ക്രൂസ്, ഇത് എല്ലാവരും തന്നെ, ഇപ്പൊ ഡോക്ടർ അനശ്വര, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പലരും ഉണ്ട്, സദസ്സിലുണ്ട്, എല്ലാവരും അവിടെ തന്നെ ചിലപ്പോൾ 1 മണിക്കൂർ മുൻപ് നിഴൽ വ്യാപാരികളുടെ ഷൂട്ട് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോൾ അഭിനയിക്കാൻ പോകുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറിനെയാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ആ ഒരു സംവിധാനം നമ്മുടെ ഈ ഇവിടെ ഇരിക്കുന്ന ഈ കലാകാരന്മാരിൽ ഈ കല ഒളിച്ചിരിക്കുന്നുണ്ടെന്നുള്ള ഒരു സവിശേഷതയും കൂടി ഇതിനകത്തുണ്ട്. അങ്ങനെ നമ്മുടെ സിദ്ദിഖ് ഭായിയുടെ ഈ പ്രചോദനവും, അതുപോലെ തന്നെ ഞാനും അദ്ദേഹത്തോടൊപ്പം കൂടി